Hello everyone, I am Dr. Danish Salim. Actually, കുറച്ച് മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് മെസ്സേജ് അയക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ബാംഗ്ലൂർ, അതുപോലെ ഡൽഹി, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആളുകൾ കോവിഡ് വന്നാൽ ഉടനെ ഐവർമെക്റ്റിൻ എന്നുള്ളൊരു മരുന്ന്, അത് ആൻറ്റി പാരസൈറ്റിക് മരുന്നാണ്. അതായത് നമ്മൾ പുഴുക്കളൊക്കെ വയറിലുണ്ടെങ്കിൽ കൊടുക്കാനുള്ളൊരു മരുന്നാണ്. ആ മരുന്ന് കോവിഡിനെതിരെയാണെന്ന് പറഞ്ഞ് അത് കഴിച്ച് സിവിയർ സൈഡ് എഫക്റ്റ്, അതായത് സാധാരണ രീതിയിൽ കഴിച്ചാൽ ഒന്നും പറ്റാത്ത മരുന്നാണ്, അത് ഓവർ ഡോസ് കഴിച്ച് പല ബുദ്ധിമുട്ടുകളും സംഭവിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അതിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒത്തിരി കഴിച്ച് കഴിഞ്ഞാൽ അത് ലിവറിന് ഫെയിലിയർ ഉണ്ടാക്കും. അതുപോലെ ഒത്തിരി കഴിച്ചാൽ, നമ്പർ കൂടിക്കഴിഞ്ഞാൽ ലിവർ ഫെയിലിയർ ഉണ്ടാക്കും. അതുപോലെ ഫിറ്റ്സ് ഉണ്ടാക്കാം, BP കുറയാം, ബ്ലഡ് പ്രഷർ കുറഞ്ഞും കുറച്ച് ആളുകൾ അഡ്മിറ്റായി. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും തരത്തിൽ ഐവർമെക്റ്റിൻ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കോവിഡിനുള്ള മരുന്നല്ല എന്ന് വ്യക്തമായി പറയുക. ഞാനതിനുള്ള തെളിവുകൾ കാണിച്ചു തരാം. ജാമ, അതായത് ജേർണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനാണ്, അവരുടെ 400 പേഷ്യൻറ്റിൽ നടത്തിയ പഠനത്തിൽ ഈ ഐവർമെക്റ്റിൻ കൊടുത്ത പേഷ്യൻസിനും കോവിഡ് ട്രീറ്റ് ചെയ്തു, അല്ലാതെയും കോവിഡ് ട്രീറ്റ് ചെയ്തു. ഒരു എഫക്റ്റും കണ്ടില്ല, സെക്കൻഡറി ഔട്ട്കം ഒന്നും ബെനിഫിഷ്യൽ ഇല്ല. ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ വന്നിരിക്കുകയാണ്. അതൊരു പഠനമാണ്. പിന്നെ അടുത്തൊരു പഠനം വന്നിരിക്കുന്നത് 5 days കോഫ് ഐവർമെക്റ്റിൻ ചെയ്തേക്കുന്നത് മൈൽഡ് കോവിഡിനെയും മോഡറേറ്റ് കോവിഡിനെയും ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പഠന റിപ്പോർട്ടാണ്. ഈ പഠന റിപ്പോർട്ട് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ വിശ്വസനീയം, കാരണം അപ്പോൾ ഒരു വിശ്വസനീയമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം കാണിച്ചിരിക്കുന്നത് 400 ആൾക്കാർ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ്, RCT ആണ് ആ ട്രയൽ. ഇനി അടുത്ത് കാണിച്ചിരിക്കുന്ന ട്രയൽ എന്ന് പറയുമ്പോൾ 5 days ഐവർമെക്റ്റിൻ്റെ റിസൾട്ടാണ്. എനിക്കൊന്നും ഇത് മൊബൈലിൽ തിരിഞ്ഞാണോ കാണുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വളരെ എളുപ്പം കാണും. 2021 ലേറ്റസ്റ്റ് റിസർച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലെല്ലാം ഐവർമെക്റ്റിൻ, അതായത് ഈ ആൻറ്റി പാരസൈറ്റിക് മരുന്ന് കൊടുത്താൽ ഒരു രീതിയിലും കോവിഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് തെളിയിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡോസ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ പുഴുക്കൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരസൈറ്റിനെ കൊല്ലാനായിട്ട് കൊടുക്കുന്ന മരുന്നാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അമിതമായിട്ട് അവർ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് ഇതിനെതിരെയുള്ള മരുന്നെന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് ഒത്തിരി മരുന്ന് കഴിക്കും, കുട്ടികൾക്കും കൊടുക്കുന്നു. അവിടെയാണ് പ്രശ്നം. കുട്ടികൾക്ക് കോവിഡ് വരാത്ത കുട്ടികൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ വിരയുടെ മരുന്ന് കൊടുത്ത് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അത് ഒരു ലിമിറ്റ് കൊടുത്താൽ കുഴപ്പമില്ല, ഓവർ ഡോസ് വരുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി അടുത്ത പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറച്ച് കോവിഡ് രോഗികൾ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലെത്തി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളോട് പാസ് ചെയ്തത്. അപ്പോൾ ഈ ഐവർമെക്റ്റിൻ എന്നുള്ളത് മരുന്ന് എങ്ങനെയാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ കുറച്ച് ആളുകൾക്ക് നടത്തിയ പഠനത്തിൽ, ലാബോറട്ടറിയിൽ നടത്തിയ പഠനത്തിലും അതുപോലെ ആനിമൽസിൽ നടത്തിയ പഠനത്തിൽ കോവിഡിനെതിരെ ഫലപ്രദമാണെന്ന് 2020 ഏറ്റവും ഒരു പകുതിയായിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു പഠനം നടന്നത്. ഡിസംബറോളം അവർ ആ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം മനുഷ്യരിലോട്ട് ഈ റിസർച്ച് ട്രയൽ നടത്തിയപ്പോഴാണ് ഇത് എഫക്റ്റ് അല്ല എന്ന് തെളിയിച്ചത്. അപ്പോൾ ഇത് എഫക്റ്റ് അല്ല, ഇപ്പോഴും ഇന്ത്യയിൽ പല ആളുകളും ഇത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഡോക്സിസൈക്ലിൻ, അതുപോലെ അതൊക്കെ ആൻറ്റിബയോട്ടിക്കാണ്. ഡോക്സിസൈക്ലിൻ, പിന്നെ അതുപോലെ ഈ ഐവർമെക്റ്റിനൊക്കെ ഈ കോവിഡിനെതിരെ പലരും കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്, അതല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ബാക്കി നിങ്ങളുടെ സംശയങ്ങൾ, ഇന്നലെ വന്ന കുറേ സംശയങ്ങളുണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. ഒന്ന് വന്നിരിക്കുന്നത് RT-PCR എന്നാണ് നമ്മൾ കോവിഡ് ലക്ഷണമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. നമുക്ക് ലക്ഷണമുണ്ടെങ്കിൽ RT-PCR അത് ആ ദിവസം തന്നെ ചെയ്യാം. എന്നാണോ ലക്ഷണമുള്ളത് ആ ദിവസം നിങ്ങൾക്ക് RT-PCR ചെയ്യാം. ഇനി അടുത്ത ആ ഒരു ചോദ്യത്തിന് വേറൊരു മറുചോദ്യമുണ്ട്. ആക്ച്വലി എന്നാണോ കോണ്ടാക്റ്റ് വന്നത്, അതായത് ഇപ്പം ഞാനൊരു പോസിറ്റീവ് വ്യക്തിയുമായി കോണ്ടാക്റ്റ് വന്നു, എനിക്ക് സംശയമുണ്ട്, എനിക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 7ാമത്തെ ദിവസം, 6 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നാണോ കോണ്ടാക്റ്റ് വന്നത് 7ാമത്തെ ദിവസം രാവിലെ നിങ്ങൾക്ക് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, RT-PCR ചെയ്ത് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പം ലക്ഷണമൊന്നുമില്ലെങ്കിൽ 7ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്താൽ മതി. ഒരു സമാധാനത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 7th day ടെസ്റ്റ് ചെയ്യാം. ലക്ഷണമുണ്ടെങ്കിൽ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് സാധാരണ ലക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, മണം കിട്ടാതിരിക്കുക, സ്വാദ കിട്ടാതിരിക്കുക, വയറിളക്കം, ശരീരവേദന, ബോഡി പെയിൻ, അങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള ലക്ഷണങ്ങൾ. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കാണുന്ന ചെങ്കണ്ണുണ്ടാവാറുണ്ട്. പിന്നെ കാലിൻ്റെ നഖത്തിൻ്റെ ഭാഗത്ത് തൊലി ഇളകിപ്പോവുക, പ്രത്യേകിച്ച് നീറ്റൽ അനുഭവപ്പെടുക. പിന്നെ ദേഹം മൊത്തം തടിച്ചുള്ള റാഷസ്, ദേഹം മൊത്തം നമ്മൾ സാധാരണ ഒരു ചൊറിച്ചിലുണ്ടാകുന്ന പോലെ ദേഹം മൊത്തം തടിച്ചു പൊങ്ങിയുള്ള റാഷസ്. പിന്നെ അതുപോലെ വയറിളക്കം വളരെ കോമൺ ആയിട്ട്. ഇതാണ് കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ള ലക്ഷണങ്ങൾ. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുമായി അടുത്ത് കോണ്ടാക്റ്റ് വന്ന എല്ലാവരിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ കോവിഡ് ആണെന്ന് സംശയിക്കേണ്ടത്.
അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇപ്പം ഐവർമെക്റ്റിനെ കുറിച്ചുള്ളൊരു മെസ്സേജ് എനിക്ക് പറയാനായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? ഒരു തവണ മരുന്ന് റിയാക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാമോ? നിങ്ങൾക്ക് സിവിയർ അനഫൈലാക്റ്റിക് റിയാക്ഷൻ, അതായത് ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ബോധം പോവുക, അപസ്മാരം ഉണ്ടാവുക, ഫിറ്റ്സ് ഉണ്ടായി അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു വീഴുക, വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിലോട്ട് ശരീരം പോയിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കരുത്. ബാക്കി എല്ലാ ആളുകൾക്കും വാക്സിൻ എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ക്യാൻ യു ഗീവ് യുവർ വാട്സാപ്പ് നമ്പർ? താങ്ക് യു. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്, എനിക്ക് പറ്റുന്നില്ല കേട്ടോ. വാച്ച് യുവർ വീഡിയോസ് റെഗുലർലി. ഓക്കെ. ഞങ്ങളുടെ ഉമ്മയ്ക്ക് 5 ദിവസം മുമ്പ് കോവിഡ് സ്ഥിരീകരിച്ചു. ഉമ്മയുമായി അടുത്തിടപഴകിയ ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 6th ഡേ ടെസ്റ്റ് ചെയ്യാം. 6th ഡേ. ഓക്കെ, ഒരു ലക്ഷണവുമില്ല, 14 ദിവസമായിട്ട് നിങ്ങൾ ഉമ്മയുമായിട്ട് ഇടപഴകിയിട്ട് 14 ദിവസം കഴിഞ്ഞെങ്കിൽ പിന്നെ ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 100% സേഫാണ്, ഒരു കുഴപ്പമില്ല. ഈ സമയത്ത് നമ്മൾ കൃത്യമായി വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും അടങ്ങിയ ആഹാരങ്ങൾ കൃത്യമായി കഴിക്കാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾ വളരെ അടുത്ത് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് ക്രിട്ടിക്കലായിട്ട് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് കൃത്യമായി കഴിക്കാനായിട്ട് പറയുന്നത്. സൈനോഫാം വാക്സിൻ എത്ര നാളതിൻ്റെ എഫക്റ്റ് കാണുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ പഠനം അനുസരിച്ച് 8 മാസം വരെ സൈനോഫാമിൻ്റെ വാക്സിൻ എഫക്റ്റീവാണ്. പക്ഷേ 9ാമത്തെ മാസം അടുത്ത മാസമേ ആവുള്ളൂ. അപ്പം ഓരോ മാസം കഴിയുമ്പോഴേ നമ്മളത് എത്ര മാസം കഴിയുമെന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. സൈനോഫാം 3rd ഡോസ് എടുക്കുന്നത് കൊണ്ടും തെറ്റില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പം സൈനോഫാമിൻ്റെ പുതിയ 3rd ഡോസിൻ്റെ ഒരു ഷെഡ്യൂൾ ആയിട്ടില്ല, അത് വരുമ്പോൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, 3ാമത്തെ ഡോസ്. അടുത്ത ചോദ്യം, ഈസ് ഇറ്റ് ഫാമിലി ഡോക്ടർ സജസ്റ്റഡ് ദി സെയിം മെഡിസിൻ ഫോർ മൈ ഹബ്ബി? ആവശ്യമില്ല, കഴിക്കേണ്ട ആവശ്യമില്ല, അതിന് പ്രൂഫില്ല കേട്ടോ. അടുത്ത ചോദ്യം, എന്തൊരു കളറൊക്കെ മാറിയല്ലോ. കുട്ടിക്ക് കോവിഡ് വാക്സിൻ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഇപ്പോൾ കോവിഡ് വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഡസ് ദ വാക്സിൻ ഹാസ് എനി സൈഡ് എഫക്റ്റ് വിത്ത് പ്രഗ്നൻസി? അങ്ങനെ ഒന്നും പ്രഗ്നൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ വാക്സിൻ എടുക്കുന്നു, നാളെ പ്രഗ്നൻ്റ് ആവുന്നു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പ്രഗ്നൻ്റ് ആവുന്നു, അങ്ങനെ ഒരു പ്രോബ്ലംസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വാക്സിൻ ഗർഭിണികളായിട്ടുള്ള അമ്മമാർ നേഴ്സന്മാർക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതായത് ഞങ്ങൾ കൊടുത്തതെല്ലാം കിൽഡ് വാക്സിനാണ്, അവർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പഠന റിപ്പോർട്ട് പൂർണ്ണമായി വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഗർഭിണികൾ എടുക്കരുത് എന്ന് പറയുന്നത്. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഇന്ന് നിങ്ങൾ വാക്സിൻ എടുക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞൊക്കെ ഗർഭിണിയായാലും ഒരു പ്രശ്നമില്ല. ഐഡിയലി ഒരു കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. കാരണം അത് ലൈവ് വാക്സിനാണ് പ്രത്യേകിച്ചും പറയുന്നത്. ലൈവ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ഈ BCG, യെല്ലോ ഫീവർ, അങ്ങനെയുള്ളതൊക്കെയാണ് ലൈവ് വാക്സിൻ, മീസിൽസ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴാണ് സാധാരണ രീതിയിൽ ഒരു 1 month ഗ്യാപ്പ് ഇടണമെന്ന് പറയുന്നത്. പക്ഷെ അല്ലാതെ നമ്മൾ ഇതുപോലുള്ള കിൽഡ് വാക്സിൻ ഒന്നും എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഗ്നൻ്റ് ആയാലും ഒരു കുഴപ്പമില്ല. കാരണം ഗർഭിണികൾക്ക് വരെ നമ്മൾ ഈ തരത്തിലുള്ള വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ കോവിഡ് രോഗിയുണ്ട്. മുറിയിൽ ആണ് ഞാനും എൻ്റെ ഡാഡിയും രോഗിയാണ്, മറ്റാരുമില്ല. ഞങ്ങൾ ഏത് ടിപ്പാണ് ഇപ്പം ഇന്നലെയോ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരാൾ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, പക്ഷേ അധികം കോണ്ടാക്റ്റ് അദ്ദേഹമായിട്ട് വരുത്തരുത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇന്നോ ഷെയർ ചെയ്ത വീഡിയോയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏകദേശം 15ഓളം കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം കൂടെ പറയാൻ പറ്റില്ല, അതൊന്ന് അതിൻ്റെ അകത്തെല്ലാം കിട്ടും കേട്ടോ. അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക കേട്ടോ. അടുത്തത്, എനിക്ക് വാക്സിൻ എടുത്ത് ആൻറ്റിബോഡി ടെസ്റ്റ് എടുത്തു, 3 ആൻറ്റിബോഡി ഉണ്ട്, എനിക്ക് കോവിഡ് വരുമോ? നിങ്ങളുടെ ആൻറ്റിബോഡി ലെവൽ നോക്കുക. അതിന് ആൻറ്റി സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ട്, അല്ലാതെ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി IgG ഉണ്ട്. ഇതിൻ്റെ വാല്യൂ നോക്കുക. അത് റെക്കമെൻഡഡിനെക്കാട്ടും കൂടുതലാണോ? സാധാരണ 30 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. ആ ലാബിനനുസരിച്ച് ചെറിയ യൂണിറ്റിന് വ്യത്യാസം വരും. ആ യൂണിറ്റ് നോക്കുക. 30 ഇൻ്റർനാഷണൽ യൂണിറ്റിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റിബോഡി ഉണ്ട്. അടുത്തത്, ഇതെന്താ സംഭവം? അങ്ങനെ കുറേ ആൾക്കാർ ഈ മരുന്ന് കഴിക്കുന്നുണ്ട്, ഐവർമെക്റ്റിൻ. അപ്പോൾ അത് ഒത്തിരി ആളുകൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഐവർമെക്റ്റിൻ കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിക്കരുത്. ഒരു പ്രാവശ്യം കഴിച്ചെന്ന് കുഴപ്പമില്ല, നമ്മുടെ വിരയും പോവും, അതെല്ലാം കുഴപ്പമില്ല. പക്ഷേ വീണ്ടും കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് ലിവറിന് ഫെയിലുവറും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹിയിലുള്ളവരാണ് ഇത് കൂടുതലും ഇപ്പോൾ കഴിക്കുന്നത്. കോവിഡ് കിറ്റ് എന്നുള്ള മെഡിസിൻ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. എനിക്കറിയില്ല ഏതാണ് കോവിഡ് കിറ്റ് എന്ന്.
എനി സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ ഫോർ കോവിഡ് പേഷ്യൻറ്റ്? ചെയ്തിട്ടുണ്ടല്ലോ ഗിരിജ, എന്തൊക്കെയാണ് ആഹാരം കഴിക്കേണ്ടതെന്ന്. പ്രത്യേകിച്ചും 353-ാമത്തെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആഹാരം കഴിക്കേണ്ടതെന്ന്. അത് കുറേ ഉണ്ട് ആക്ച്വലി. പക്ഷേ കഴിക്കാൻ പാടില്ലാത്ത ആഹാരമാണെന്ന് വ്യക്തമായി അറിയേണ്ടത്. മൈദ അടങ്ങിയ ആഹാരം, അമിതമായ പഞ്ചസാര പാനീയം കലക്കിയ ആഹാരം, പെപ്സി, കൊക്കക്കോള പോലുള്ള സാധനങ്ങൾ, പിന്നെ സ്മോക്കിംഗ്, മദ്യം, ഇതൊക്കെയാണ് ഈ കോവിഡ് പേഷ്യൻസ് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത സാധനം. ബാക്കി കഴിക്കാവുന്നത് എല്ലാം കഴിക്കാം. പക്ഷേ ഇലക്കറികളും ഫ്രൂട്ട്സും അതുപോലെ ഫ്രഷ് വെജിറ്റബിൾസും കഴിക്കാനായിട്ട് ശ്രമിക്കുക. മുട്ട നല്ലതാണ്, വളരെ നല്ലതാണ് മുട്ട കഴിക്കുന്നത്. പിന്നെ ചിക്കൻ കഴിക്കാം, കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊരിച്ച ആഹാരങ്ങൾ കഴിക്കാതെ കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. വാക്സിൻ എടുത്തവർക്ക് ഡോളോ കഴിക്കാമോ? പനിച്ചാൽ ഉറപ്പായിട്ടും കഴിക്കാം. 650 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റോ, നിങ്ങൾക്ക് ഒത്തിരി പനിയുണ്ടെങ്കിൽ, ഇപ്പോൾ 103-ന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ 2 പാരസെറ്റമോൾ 500 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് കഴിക്കാം. അപ്പോൾ അത് പേടിക്കേണ്ട. അടുത്ത വാക്സിൻ 18 വയസ്സുള്ളവർക്ക് എടുക്കാമോ? 18 വയസ്സുള്ളവർക്ക് എടുക്കാം. 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം, 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കും വാക്സിൻ എടുക്കാവുന്നതാണ്, സേഫാണ്. എത്രയും വേഗം എടുക്കുക നിങ്ങളുടെ സ്ലോട്ട് വരുമ്പോൾ. കഫക്കെട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? കഫക്കെട്ട് കുഴപ്പമില്ല. പനി ഉണ്ടെങ്കിൽ പനി മാറിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കഫക്കെട്ട് കുഴപ്പമില്ല, എടുക്കാവുന്നതാണ്. വാക്സിൻ ഹാസ് എനി എഫക്റ്റ് ഓൺ പ്രഗ്നൻസി? പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരെ വാക്സിൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പഠന റിപ്പോർട്ട് വന്നിട്ടില്ല. അതിൻ്റെ പഠന റിപ്പോർട്ട് വരട്ടെ. പക്ഷെ ഞാൻ നേരത്തെ ആദ്യം ഉത്തരം പറഞ്ഞായിരുന്നു, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം പറഞ്ഞായിരുന്നു. അടുത്ത ചോദ്യം, ജന്മനാ വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് വാക്സിൻ എടുക്കാം? ഒരു കുഴപ്പമില്ല. പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ട്, ബോഡി ഫുള്ള് ചൊറിച്ചിലാണ്, വാക്സിൻ എടുക്കാം, കുഴപ്പമില്ല. ചെറിയ അലർജിയാണ്, ഈ പറഞ്ഞ ചെറിയ അലർജിയാണ്, സിവിയർ അലർജി അല്ല. പണ്ട് പെൻസിലിന് എടുത്ത സമയത്ത് എനിക്കും സിവിയർ അലർജി വന്നിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ അതിനുശേഷം ആൻറ്റിബയോട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ വാക്സിൻ എടുത്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അലർജി, ചെറിയ ചൊറിച്ചിലും തടിച്ചിലുള്ള ഒത്തിരി ആളുകൾക്ക് നമ്മൾ വാക്സിൻ എടുത്തു കൊടുത്തു, ഒരു ബുദ്ധിമുട്ടുമില്ല. ചില ആളുകളിൽ ചൊറിച്ചിലുണ്ടായിട്ടുണ്ട്, അതിനുള്ള മരുന്ന് കൊടുത്ത് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ചൊറിച്ചിലോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായവർ ഹോസ്പിറ്റലിൽ നിർബന്ധമായും കുറച്ച് നേരം കൊണ്ട് ഇരിക്കണം. എന്തെങ്കിലും തരത്തിൽ ശ്വാസതടസ്സമോ അങ്ങനെ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റിഡോട്ട് ഉണ്ട്, അതിനെ പ്രതിരോധിക്കുന്ന മരുന്നുണ്ട്. അത് പോയി എത്രയും പെട്ടെന്ന് എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ അസുഖം മാറും. അത് എടുക്കാതെ അവിടെ വീട്ടിൽ പോകുമ്പോഴാണ് പ്രശ്നം. ആൽക്കലൈൻ pH ഹെൽപ്പ് ചെയ്യുമോ? അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ആക്ച്വലി. ഈ നമ്മുടെ ഓറഞ്ച് അതുപോലെ നാരങ്ങ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തം ആൽക്കലൈൻ pH ആകും. അത് തെറ്റാണ് ആക്ച്വലി. നമ്മളെ ഈ ഓറഞ്ചും അതുപോലെ ലെമണും എല്ലാം നല്ലതാണ്. വൈറ്റമിൻ സി ഉണ്ട്, അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും pH ആൽക്കലൈൻ ഒന്നും ആകില്ല. അപ്പോൾ അതിനൊന്നും ശ്രമിക്കേണ്ട. സാധാരണ രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൃത്യമായി കഴിക്കുക. അത് തെറ്റായിട്ടൊരു മെസ്സേജും കറങ്ങി നടപ്പുണ്ട്, ആൽക്കലൈൻ pH എന്നൊക്കെ പറഞ്ഞ്. ഇത്ര നന്നായി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടാകുന്ന പ്രതിഫലം തരട്ടെ ഇൻഷാല്ലാ. ഡോക്ടർ വാക്സിൻ എടുത്ത ശേഷം BP വേരിയേഷൻ വന്നത് നോർമലാണോ? ചെറിയ BP കൂടാം ചില ആളുകളിൽ BP കുറയാം, അത് വരാം, നോർമലാണ്. ഒരു 7 ഡേയ്സ് വെയിറ്റ് ചെയ്യുക. 7 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം BP നോക്കുക. എല്ലാ ദിവസവും രാവിലെയാണ് ചെക്ക് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്യുക. BP കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് മരുന്ന് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട. സാധാരണ രീതിയിൽ അങ്ങനെ കുറച്ച് ദിവസം കൂടി നിൽക്കാം. അത് മനസ്സിൻ്റെ ഇതാണ്, അല്ലാതെ വാക്സിൻ്റെ പ്രശ്നമല്ല, മനസ്സിൻ്റെയാണ്. ചില ആളുകൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്, ചില ആളുകൾ വാക്സിൻ എടുക്കാൻ വരുമ്പോഴാണ് അവരുടെ BP 180, 200 ഒക്കെ കാണും. പക്ഷെ അവർക്ക് ശരിക്കും ഇത്രയും നാളായിട്ട് BP ഇല്ല. അവർ വീട്ടിൽ വിട്ട് ചെക്ക് ചെയ്യുമ്പോൾ BP നോർമലാണ്. വീണ്ടും വാക്സിൻ എടുക്കാൻ വരുമ്പം അവരുടെ BP കൂടുതലാണ്. അത് മിക്ക ആളുകൾക്കും മനസ്സിൻ്റെയാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. നമ്മളത് ഒബ്സർവ് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാറുണ്ട്, മരുന്ന് പോലും കൊടുക്കാതെ. അപ്പം അത് പേടിക്കേണ്ട. കോവിഡ് പോസിറ്റീവ് ആണ് ഇപ്പോൾ. ഈ സമയത്ത് കോവിഡ് വാക്സിൻ എടുക്കാം? ഒരിക്കലും എടുക്കരുത്. വാക്സിൻ നമ്മളിപ്പം ശരീരത്തിൽ ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അതിന് ശരീരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളൊരു വാക്സിൻ കൊടുത്ത് ആൻറ്റിബോഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ശരീരത്തിൽ വൈറസ് ഉണ്ട്, അതിനെതിരെ ആൻറ്റിബോഡി ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊന്നും ചെയ്യരുത്. അസുഖം മാറി 1 മന്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കോവിഡിൻ്റെ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആൻറ്റിബോഡി കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഹൈ ലെവലിൽ വെക്കാൻ വാക്സിൻ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്സിമീറ്റർ ഏതാണ് നല്ലത്? ഓക്സിമീറ്റർ ഏതായാലും മതി, വാറണ്ടി ഉള്ളത് വാങ്ങിക്കുക. ഞാനൊരു കമ്പനിയായിട്ട് ഇന്നലെ സംസാരിച്ചായിരുന്നു, അവർ ഓഫർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തരുവാണെങ്കിൽ നാളെ ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. എനിക്കറിയില്ല തരുമോയെന്ന്. അപ്പോൾ ഞാൻ അതുപോലെ കുറച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഓക്സിമീറ്ററോ അതുപോലെ ബാക്കി സാധനങ്ങൾ അറേഞ്ച് ചെയ്യാമോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. താങ്ക് യു. വൺസ് ദ സൈനോഫാം വാക്സിൻ എഫക്റ്റ്
ഈസ് ഓവർ, ക്യാൻ ബി ടേക്ക് എനി അതർ വാക്സിൻ. 3 മാസം കഴിഞ്ഞതിന് ശേഷം മറ്റ് വാക്സിനുകൾ എടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു സൈനോഫാം വാക്സിൻ ഇന്നെടുത്തു, സെക്കൻഡ് ഡോസ് 1 മന്ത് കഴിഞ്ഞെടുത്തു, അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാക്സിൻ മാറ്റിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഔദ്യോഗികമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. പൾമനറി എംബോളിസം പേഷ്യൻ്റ് വാക്സിൻ എടുക്കണം, ഉറപ്പായിട്ടും എടുക്കണം. പിന്നെ ഫീഡിങ് അമ്മമാർ എടുക്കാമോ വാക്സിനേഷൻ? ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്, ഡോക്ടറാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം. പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ സേഫായിട്ട് ഒത്തിരി നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും എടുത്തിട്ടുണ്ട് പാൽ കൊടുക്കുന്ന അമ്മമാർക്ക്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഫുൾ പഠന റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കോവിഡുമായിട്ട് അധികം എക്സ്പോഷർ ഇല്ലെങ്കിൽ, കോവിഡുമായിട്ട് ഒത്തിരി എക്സ്പോഷർ ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. ഞങ്ങളും 8 ഇയർ മോനും 1.5 വയസ്സും ബേബിക്കും കൊറോണ പോസിറ്റീവാണ്, ഡൽഹിയിലാണ്. ഐവർമെക്റ്റിൻ എടുക്കാവോ? അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഐവർമെക്റ്റിൻ കോവിഡിൻ്റെ മരുന്നല്ല, അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കണ്ട. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 353 പറഞ്ഞിട്ടുണ്ട്, 365 പറഞ്ഞിട്ടുണ്ട്, 386 ഏതൊക്കെ മരുന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് 389 വീഡിയോയിലാണ്. ഈ വീഡിയോസിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മിക്ക കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക. ഐവർമെക്റ്റിൻ 1 ഡോസ് കുഴപ്പമില്ല, പക്ഷെ സ്ഥിതിയെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ അടുത്തുണ്ടാവും. എനിക്ക് മിക്കവാറും ദേഹത്ത് ചൊറിച്ചിലുണ്ട്, ഇത് കോവിഡ് റിലേറ്റഡ് ആണോ? ഞാൻ വാക്സിൻ 1 ഡോസ് എടുത്തു, ഞാൻ ആസ്മാറ്റിക് ആണ്, ആർത്രൈറ്റിസും ഉണ്ട്. കോവിഡ് എനിക്ക് മൊത്തം ചൊറിച്ചിലുണ്ട്, ഇത് കോവിഡ് റിലേറ്റഡ് ആണോ? വാക്സിൻ ഫസ്റ്റ് ഡോസ്. എന്തായാലും മുമ്പ് ഇതുപോലെ അലർജി ഉള്ള ആളാണോ? അങ്ങനെയാണെങ്കിൽ അലർജിയുടെ മരുന്ന് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കുക ഒരു 5 ഡേയ്സ്. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുക. അത് വാക്സിൻ റിലേറ്റഡ് ആണോ അതോ മറ്റ് ബുദ്ധിമുട്ടുകളാണോ നോക്കുക. സാധാരണ അതിൽ ഇങ്ങനെ ഉണ്ടായാൽ 1-2 മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നോർമൽ ആവാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത് 4 വയസ്സുണ്ട്, റണ്ണിങ് നോസ് ആണ്, വേറെ സിംറ്റംസ് ഇല്ല, എന്തൊക്കെ കെയർ എടുക്കണം? റണ്ണിങ് നോസ് ആണെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾക്ക് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. കുട്ടിക്ക് ചൂടുള്ള ആഹാരങ്ങൾ കൊടുക്കുക, നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൊടുക്കുക, കുട്ടിയെ നല്ലോണം ഉറക്കുക, ഇതൊക്കെ ചെയ്താൽ മതി. നല്ലോണം വെള്ളം കൊടുക്കുക. 389 വീഡിയോയിൽ പറയുന്നത് അഥവാ ഞാൻ കോവിഡ് ഉള്ളവർക്ക് പോലെ പറയുന്നതാണ്, കോവിഡ് ഉള്ള കുട്ടികൾക്ക് നോക്കേണ്ട അപകട സൂചനകളുടെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്തൊന്ന് കാണുക. വാക്സിൻ എടുത്ത് ഫീവർ വന്നാൽ ഏത് മെഡിസിനാണ് നല്ലത്? പാരസെറ്റമോളാണ് കഴിക്കേണ്ടത്. പാരസെറ്റമോളാണ് ഏറ്റവും നല്ലത്. നല്ല പനിയുണ്ടെങ്കിൽ 1 ഗ്രാം കഴിക്കുക. ചെറിയ പനിയുണ്ടെങ്കിൽ 650 മില്ലിഗ്രാം ആയാലും മതിയാവും. എല്ലാ 6 മണിക്കൂർ കൂടുമ്പോഴും കഴിക്കാം. 400ാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബോഡി ആൽക്കലൈനായി കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ, അങ്ങനെ ഒരു ഒപ്പീനിയൻ നമ്മൾ ബോഡി ആൽക്കലൈൻ ആക്കാൻ പറ്റില്ല. നമ്മുടെ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു 7 റേഞ്ചാണ്, നമ്മുടെ നോർമൽ pH എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആൽക്കലൈൻ ആക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതെല്ലാം കറക്റ്റാണ്. പക്ഷെ അങ്ങനെ ആൽക്കലൈൻ pH നമുക്ക് ശരീരത്തിന് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. അത് ബ്ലഡിൻ്റെ ഒരു ഓൾറെഡി ഉള്ള pH അതുപോലെ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് വാക്സിൻ എടുക്കാവോ? ഗർഭം തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക്, അപ്പം ഗർഭിണിയല്ല, അങ്ങനെയാണെങ്കിൽ വാക്സിൻ എടുക്കാം, കുഴപ്പമില്ല. സിവിയർ ന്യൂമോണിയ വന്നത് 6 മാസമായി, വാക്സിൻ എടുക്കാമോ? എടുക്കാം, വാക്സിൻ എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. അടുത്തത് ഫീഡിങ് അമ്മമാർക്ക് വാക്സിൻ എടുക്കാവോ? ഫീഡിങ് അമ്മമാർക്ക് വാക്സിൻ എടുക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഫീഡിങ് ആയിട്ടുള്ളവർക്കും ഫീഡിങ് ആയിട്ടുള്ളവർക്കും വാക്സിൻ എടുക്കാമെന്നുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമാവുമ്പോൾ പറയാം. 5 ഡേയ്സായി ഇനി കൊടുക്കാമോ? ഐവർമെക്റ്റിൻ ആയിരിക്കും. ഐവർമെക്റ്റിൻ ആണെങ്കിൽ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് പാരസെറ്റമോൾ, സൾഫ, ഡൈക്ലോഫിനാക് എന്നിവയിൽ അലർജി ഉണ്ട്, വാക്സിൻ എടുക്കാൻ പറ്റുമോ? സിവിയർ അനഫൈലറ്റിക് റിയാക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാവുന്നതാണ്. ആൻറ്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ RT-PCR ചെയ്ത് കൺഫേം ചെയ്യണോ? വേണ്ട. ആൻറ്റിജനിൽ കിട്ടിയാൽ അതിനർത്ഥം പോസിറ്റീവ് തന്നെയാണ്. നിങ്ങൾക്ക് ലക്ഷണം ഉണ്ടല്ലോ, പോസിറ്റീവ് തന്നെയാണ്. ഇനി അതിനു വേണ്ടി പാടുപെടേണ്ട ആവശ്യമില്ല, പോസിറ്റീവാണ്. അടുത്ത 14 ദിവസം നല്ലോണം ശ്രദ്ധിക്കുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. നവംബർ 15 കോവിഡ് ന്യൂമോണിയ വന്നിരുന്നു, വെരി സീരിയസ്. എനിക്ക് വാക്സിൻ എടുക്കാവോ? 53 വയസ്സ്. എടുക്കാം, 1 മാസം കഴിഞ്ഞ്. നവംബർ 15 ഉറപ്പായിട്ടും എടുക്കാം, ഇപ്പോൾ എടുക്കാം. കൊറോണ രോഗി കഴിച്ച ഫുഡ് വീട്ടിലെ പൂച്ച കഴിച്ചാൽ പ്രശ്നമാവോ?
കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സ്രവങ്ങളിൽ നിന്നാണല്ലോ ഇത് പകരുന്നത്. പിന്നെ മനുഷ്യരിൽ നിന്ന് പൂച്ചയിലോട്ട് പകരുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ റെയറായിട്ട്. പക്ഷെ അതുകൊണ്ട് കൊറോണ പേഷ്യൻസ് കഴിച്ച ഫുഡ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. Study published in Lancet say that budesonide is beneficial during COVID. Do you recommend patients? budesonide കൊടുക്കാം, കുഴപ്പമില്ല. അത് ഒരു നെബുലൈസർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് ഇപ്പോൾ എയിംസ് പ്രോട്ടോക്കോളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ പേഷ്യൻ്റെ കണ്ടീഷൻ ഇല്ലാതെ ഇപ്പം ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക് നെബുലൈസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കർട്ടാജനൻ സിൻഡ്രോം ഉള്ളവർക്ക്, ഇത് ഇന്നലെ ഞാനൊരു ഉത്തരം പറഞ്ഞാണ്, എടുക്കാം, വാക്സിൻ എടുക്കാം. ക്യാൻ വി ടേക്ക് വാക്സിനേഷൻ വെൻ ടേക്കിംഗ് മെഡിസിൻ ഫോർ അലർജി? എടുക്കാം, വാക്സിൻ എടുക്കാവുന്നതാണ്. ഡോക്ടർ, ഞാൻ ഇന്ന് പോസിറ്റീവായി. അമ്മ കാർഡിയക് അറസ്റ്റ് പേഷ്യൻ്റാണ്. 1 ഡോസ് വാക്സിൻ എടുത്തിരുന്നു. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അമ്മയെ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളും അമ്മയായിട്ട് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അമ്മയ്ക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സെപ്പറേറ്റ് റൂം തന്നെ വേണം ഉറപ്പായിട്ടും. പിന്നെ നിങ്ങളുടെ ബാത്റൂം വേറെ ആരും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു സോപ്പ് വെള്ളം കലക്കിയ വെള്ളം കൊണ്ട് കംപ്ലീറ്റ് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് ലോഷൻ വെച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. അല്ലാതെ വേറെ ആരും ഷെയർ ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ മാസ്കുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളുമായിട്ടോ അടുത്ത 14 ദിവസം എന്നാണോ ലക്ഷണം തുടങ്ങിയത് അതിനുശേഷം അടുത്ത 14 ദിവസം മറ്റുള്ളവർക്ക് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ നോക്കുക. 333ാമത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 20 ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ലാസ്റ്റ് M10 കഴിക്കുന്നു, വാക്സിൻ എടുക്കാവോ? ലിസ്റ്റ് MT കഴിക്കാം, കുഴപ്പമില്ല, സേഫാണ്. കോവിഡ് വന്നവർക്ക് വീണ്ടും വരുമോ? വന്നാൽ തന്നെ സിവിയർ ആകുമോ? കോവിഡ് വന്നവർക്കും വീണ്ടും കോവിഡ് വരാം. കുറച്ച് നാൾ അതിൻ്റെ പ്രതിരോധശക്തി കാണും. പക്ഷേ ഇതുവരെ അങ്ങനെ വലിയ സിവിയർ ആയിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ മരണമോ അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും വീണ്ടും വരാം. വാക്സിൻ എടുത്താൽ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്യണമെന്ന് കമ്പൽസറി ആണോ? അല്ല, ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പല ആളുകളും നടത്തിയിട്ടില്ല. നമുക്ക് വാക്സിൻ എടുക്കുക, കുറച്ച് നാൾ കഴിയുമ്പം ഇതിൻ്റെ ആൻറ്റിബോഡി ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. എല്ലാ ആൾക്കാരിലും വളരെ തുച്ഛമായ വിലയിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് പോയി ചെക്ക് ചെയ്യാം. അതുവരെ തൽക്കാലം വാക്സിൻ എടുക്കുക. ബാക്കിയുള്ള സോഷ്യൽ വാക്സിൻ ഉണ്ടല്ലോ, സാമൂഹ്യ അകലം, ആളുകളുമായിട്ട് അടുത്തിടപഴകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഡോക്ടറിൻ്റെ മകൾ 5 മാസം ഗർഭിണിയാണ്, അവൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല. ഞാൻ പോസിറ്റീവ് ആയിരുന്നു, ക്വാറന്റൈൻ 10 ദിവസം കഴിഞ്ഞു, ഇപ്പോൾ 4 ദിവസമായി. എനിക്ക് ചെസ്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയ പെയിൻ പോലെ ഉണ്ട്. ചെറിയ ന്യൂമോണിയ ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കും, കുറച്ച് നാളോടെ നിൽക്കും. അപ്പോൾ അത് 599 എന്നുള്ള വീഡിയോയിൽ ഏകദേശം 10 നിർദ്ദേശങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ ഫോളോ ചെയ്യുക. 1 മാസം എടുക്കും അത് മാറാൻ. എന്നെ കുറേ ആൾക്കാരെ വിളിച്ചു, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ പറഞ്ഞ അതേ വീഡിയോ നമ്പറാണ് 599. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അടുത്ത ചോദ്യം കിട്ടുന്നില്ല. സാർ, എനിക്ക് നവംബർ 23 കോവിഡ് ആയി. എൻ്റെ ശരീരത്തിൽ എത്ര നാൾ ആൻറ്റിബോഡി കാണും? അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ രീതിയിൽ ഓരോ രീതിയിലാണ് ആൻറ്റിബോഡി. ഐഡിയലി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡോസ് എടുക്കുക, വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നവംബർ വന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ കുറേ നാൾ ആയ സ്ഥിതിക്ക് വാക്സിൻ ഇപ്പോൾ എടുക്കാം. മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പ് എടുത്താൽ കോവിഡ് വാക്സിൻ എടുക്കാമോ? ഏത് വാക്സിൻ എടുത്താലും ഒരു 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മറ്റ് വാക്സിനുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ്, അങ്ങനെ ഒരു പഠനം വന്നിട്ടില്ല, പക്ഷേ സാധാരണഗതിയിൽ പറയാറുള്ളതാണ്. ഇപ്പോൾ ഒരു വാക്സിൻ എടുത്തതിന് 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മറ്റ് വാക്സിൻ എടുക്കാം. ധൃതിയോ അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു പഠന റിപ്പോർട്ട് ഇതുവരെ ഇല്ല. അഡീഷണൽ ആയിട്ട് നമ്മളൊരു പുതിയ വാക്സിൻ ആയതുകൊണ്ട് ഒരു 14 ദിവസം എക്സ്ട്രാ ഒരു ഗ്യാപ്പ് കൊടുക്കണമെന്ന് പറയുന്നതേ ഉള്ളൂ. എക്കോസ്പിരിൻ ക്ലോപ്പിഡോൾ എടുക്കുന്ന വാക്സിൻ എടുക്കുക, ഉറപ്പായിട്ടും എടുക്കുക, ഒരു കുഴപ്പമില്ല. ഡോക്ടർ, എങ്ങനെയാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്യേണ്ടത്? അത് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇച്ചിരിയും വായിച്ചു കൊടുത്തായിരുന്നു. ഈ മൊബൈലിലാന്ന് തോന്നുന്നു. ഓക്കെ, അത് ഞാൻ ഗ്രൂപ്പിൽ ഇടാനായിട്ട് ശ്രമിക്കാം. അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലിടാം. എളുപ്പമാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്സിൻ സെലക്ട് ചെയ്യാം. ഏത് സ്ഥലമാണെന്ന് സെലക്ട് ചെയ്യാം, എന്നാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ സൈറ്റ് ബ്ലോക്കാണ്. കാരണം ഒരു 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കുള്ള വാക്സിൻ എടുക്കാനുള്ള സൈറ്റ് ബ്ലോക്കാണ്. നാളെയോ മറ്റന്നാളോ സൈറ്റ് ശരിയാവും. അതിന് ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞു, സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്നവർക്ക് വാക്സിൻ എടുക്കാം, കുഴപ്പമില്ല. ANA പോസിറ്റീവാണ്, വാക്സിൻ എടുക്കാൻ ഒന്നുകൂടി ആലോചിക്കണമെന്ന് ലോക്കൽ ഫിസിഷ്യൻ പറഞ്ഞു. എടുക്കാം, കുഴപ്പമില്ല കേട്ടോ.
NA പോസിറ്റീവ് പേഷ്യൻ്റ്, SLE പേഷ്യൻ്റ് എല്ലാം നമ്മളിവിടെ കോവിഡിൻ്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുക്കാം. സാർ എനിക്ക് റാൻഡാക് ടാബ്ലറ്റ്, നിങ്ങൾ അങ്ങനെ പേടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ മറ്റേ കോവാക്സിൻ എടുത്തോളൂ. കോവാക്സിൻ കിൽഡ് വാക്സിനാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് എടുക്കാം. പഴയ ടെക്നോളജിയാണ്. എൻ്റെ റാൻഡാക് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നുണ്ട്, കോവിഡ് വാക്സിൻ എടുക്കാൻ ചെന്നപ്പോൾ എന്നെ മടക്കി അയച്ചു. നിങ്ങൾ പോയി പറയുകയാണ്, ഒരു ഡോക്ടറിനോട് പറയുകയാണ് എനിക്ക് സിവിയർ അനാഫൈലക്റ്റിക് വന്നിട്ടുണ്ട്, എനിക്ക് സിവിയർ അലർജി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറപ്പായിട്ടും എടുക്കാൻ പറയില്ല. അപ്പം അത് നിങ്ങൾ അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്ക് വാക്സിൻ കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ വാക്സിൻ കമ്പനി ആയാലും വാക്സിനിൽ നിന്ന് ഉള്ള ശരിക്കുമുള്ള ഇത് സിവിയർ അനാഫൈലക്റ്റിക് റിയാക്ഷൻ, സിവിയർ ആയിട്ട് അലർജിക് റിയാക്ഷൻ വന്നവർക്ക് മാത്രമാണ് കോൺട്രാ ഇൻഡിക്കേഷൻ. അപ്പം അതുകൊണ്ടാണ് ഡോക്ടറിന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്. പക്ഷേ അലർജി ഇല്ല, വലിയ ബുദ്ധിമുട്ടുള്ളൊന്നും ഒരിക്കലും വന്നിട്ടില്ലാത്തവർക്ക് വാക്സിൻ എടുക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിക്ക് ഈ വാക്സിൻ എടുക്കാം, ധൈര്യമായിട്ട് എടുക്കണം കേട്ടോ. ആഫ്റ്റർ ഫിനിഷ് സെക്കൻഡ് ഡോസ് ആൻറ്റിബോഡി ടെസ്റ്റ് ഇസ് കമ്പൽസറി അല്ല. എനിക്ക് പാനിക് അറ്റാക്ക് ആണ്, എനിക്ക് വാക്സിൻ എടുക്കാം, ഒരു കുഴപ്പമില്ല, എടുക്കാം. എൻ്റെ ബ്രദർ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ഫസ്റ്റ് ഡോസ് വാക്സിൻ കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞു, കോവിഡ് പോസിറ്റീവായി, സെക്കൻഡ് ഡോസ് എടുക്കാൻ വെയിറ്റ് ചെയ്യണോ? 1 മാസം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കോവിഡിൻ്റെ വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കുന്നതിന് ശേഷം എന്തെങ്കിലും ഡയറ്റ് നോക്കണോ? വേണമെന്നില്ല. മദ്യം ഒഴിവാക്കുക, അതുപോലെ സ്മോക്കിംഗ് ഒഴിവാക്കുക, മൈദ അടങ്ങിയ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കുക. പ്രത്യേകിച്ച് 4 ദിവസത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ ബോഡിയിൽ ഒരു പനി വരുന്നത് പോലെ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ശരീരത്തിന് മോശമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുത്താൽ മതി. ഒരു പനി വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത്. ഞാൻ 2ാമത്തെ ഡോസ് സൈനോഫാം എടുത്ത് അടുത്ത ദിവസം തന്നെ പോസിറ്റീവായി. 15 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ ആഴ്ച ഡിസ്ചാർജ് ചെയ്തു. ന്യൂമോണിയ ആയിരുന്നു. എനിക്ക് സെക്കൻഡ് ഡോസിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുമോ? ശരിക്കും സിവിയർ ന്യൂമോണിയ വന്നവർക്ക് UAE ആണെങ്കിൽ, സൈനോഫാർമ എടുത്തെടുത്താണെങ്കിൽ അങ്ങനെ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നില്ല. സിവിയർ ന്യൂമോണിയ വന്ന് ഓക്സിജൻ കൊടുത്തിട്ടുള്ള രോഗികൾക്ക് UAE നിയമം അനുസരിച്ച് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നില്ല. കാരണം അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകും എന്നുള്ളൊരു കണക്കാക്കിയിട്ടാണ് കൊടുക്കാത്തത്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പം വാക്സിൻ എടുക്കാനായിട്ട് പറയും. അപ്പോൾ വാക്സിൻ ആ സമയത്ത് എടുക്കുക. വാക്സിൻ എടുത്തെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡെന്റിസ്റ്റാണ്, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു 2 വീക്സ് ബിഫോർ നൗ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവ്, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ക്യാൻ ഐ ടേക്ക് വാക്സിൻ? ഉറപ്പായിട്ട് 1 മാസം കഴിഞ്ഞ ശേഷം വാക്സിൻ എടുക്കാം കേട്ടോ. മോക്സ്ക്ലാവ് അമോക്സിലിൻ മെഡിസിൻ അലർജി ഉള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. സിവിയർ അനാഫൈലാക്റ്റിക് റിയാക്ഷൻ വന്നിട്ടില്ലെങ്കിൽ എടുക്കാം. കുട്ടികൾക്ക് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ആൻറ്റിബോഡി ടെസ്റ്റ് കമ്പൽസറി അല്ല, ഒത്തിരി പറഞ്ഞു. എനിക്ക് ഫിഷ് അലർജി ഉണ്ട്, പ്രോൺസ് അലർജി ഉണ്ട്, ചൊറിഞ്ഞും തടിച്ചും കുറച്ച്. സിവിയർ അനാഫൈലാക്റ്റിക് റിയാക്ഷൻ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വാക്സിൻ എടുക്കാം. വാക്സിൻ എടുക്കുന്നതിന് ശേഷം പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ടോ? വീണ്ടും സാധ്യതയുണ്ട്. കാരണം 70 മുതൽ 80% മാത്രമേ ഈ വാക്സിനുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചാൻസ് ഉണ്ട്. ബാക്കി കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ടതാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക, അതിൻ്റെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിരയ്ക്ക് നല്ല മെഡിസിൻ ഏതാണ്? ആൽബൻഡസോൾ എന്നുള്ളൊരു മരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റ ഡോസ് കഴിച്ചാൽ അതിന് വിരശല്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 400-നും 500-നും ഇടയ്ക്കാണ്. ആ വീഡിയോയ്ക്ക് അതെല്ലാം ഡോസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണുക. വാക്സിൻ മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാവോ? അങ്ങനെ ഒരു പഠനം വന്നിട്ടില്ല. നിങ്ങൾ ഹൈലി എക്സ്പോഷർ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. 386 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മെഡിസിൻ മതിയോ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയാൽ? മതി, അത്രയും മതിയാവും. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്, വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും ആഹാരമായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അഥവാ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ 500 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് രാവിലെയും രാത്രിയും, കഴിക്കുന്നില്ലെങ്കിൽ മാത്രം രാവിലെയും രാത്രിയും കഴിക്കുക. സിങ്കിൻ്റെ ടാബ്ലറ്റ് 50 മില്ലിഗ്രാം കഴിക്കുക. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി ആണെങ്കിൽ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഒരാഴ്ചയിൽ ഒരെണ്ണം കഴിക്കുക. ഇത് നിങ്ങൾക്ക് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രം, ആഹാരത്തിലൂടെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മരുന്ന് കൊടുക്കാതെ തന്നെ നമ്മൾ ഒത്തിരി പേരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രോഗികൾക്ക് പേടിയുള്ളതുകൊണ്ട് അവർ വീണ്ടും എന്നോട് ചോദിക്കുകയാണ്, വൈറ്റമിൻ സിയുടെ ഡോസ് പറഞ്ഞു തരുമോ, വൈറ്റമിൻ ഡിയുടെ ഡോസ് പറഞ്ഞു തരുമോ? അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക, കുഴപ്പമില്ല. അടുത്തത്, കൊറോണ വന്നവർക്ക് വീണ്ടും വരുമോ? വീണ്ടും വരാം. സീ ഫുഡ് അലർജി ഉള്ളവർക്ക് എടുക്കാമോ? സിവിയർ അനാഫൈലാക്റ്റിക് റിയാക്ഷൻ വന്നിട്ടില്ലെങ്കിൽ എടുക്കാം. അസിട്രോൺ കഴിക്കുന്നുണ്ട്, വാക്സിൻ എടുക്കാം, ഒരു കുഴപ്പമില്ല, എടുക്കാം. ഫസ്റ്റ് ഡോസ് എടുത്തവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നാളെ ഞാൻ ചെയ്യാം. വാർഫാരിൻ 5 കഴിക്കുന്നുണ്ട്, വാക്സിൻ എടുക്കാമോ? വാർഫാരിൻ കഴിക്കുന്നവർക്കും വാക്സിൻ എടുക്കാം. ക്യാൻ പാരസെറ്റമോൾ അലർജി പീപ്പിൾ ക്യാൻ ടേക്ക് വാക്സിൻ? എടുക്കാം, കുഴപ്പമില്ല. സിവിയർ ന്യൂമോണിയ വന്നിട്ട് 6 മാസമായി വാക്സിൻ എടുക്കാം, കുഴപ്പമില്ല.
ആസ്ട്രാസെൻക ഫസ്റ്റ് ഡോസ് എടുത്ത ശേഷം ഒരുപാട് ന്യൂസ് കണ്ടു, ബ്ലഡ് ക്ലോട്ടിങ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലഡ് ക്ലോട്ടിങ്, ഞാൻ ഒത്തിരി ആളുകൾക്ക് പേടിയുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ബന്ധുക്കളും എൻ്റെ മാതാപിതാക്കളും എല്ലാവരും എടുത്ത അതേ വാക്സിനാണ് കോവിഷീൽഡ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് എടുക്കാൻ പറയില്ലല്ലോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം മൈൻഡ് ചെയ്യാം. ഞാൻ ഇന്ന് പറയാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു അബദ്ധധാരണ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റുക. ഐവർമെക്റ്റിൻ, ഈ ആൻറ്റി പാരസൈറ്റിക് വേമിന് വേണ്ടി കൊടുക്കുന്ന മരുന്ന് കോവിഡിന് വേണ്ടി സ്ഥിരമായി കഴിക്കരുത്. അത് തെറ്റാണ്. അതൊരു പാർശ്വഫലങ്ങൾ ഉണ്ടാവും. അത് കാരണം നിങ്ങൾക്ക് കോവിഡിൻ്റെ കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. BP കുറഞ്ഞ് പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു തെറ്റായ മെസ്സേജ് നമ്മളൊന്ന് ശ്രമിച്ചാൽ അത് തടയാൻ കഴിയും. പക്ഷേ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കിടക്കും. കുറേ ആളുകളെങ്കിലും അത് കഴിച്ചത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഐവർമെക്റ്റിൻ എന്നുള്ള മരുന്ന്, ഡോക്സിസൈക്ലിൻ എന്നുള്ള മരുന്നൊന്നും കോവിഡിനുള്ള മരുന്നല്ല. അത് മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ തരാം. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.